ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ +1 എക്കണോമിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് അതിലുള്ള 6th ചാപ്റ്റർ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. നമ്മൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി കഴിഞ്ഞു. മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനാണ് ഇനി പഠിക്കുന്നത്. 6th ചാപ്റ്ററാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ. അപ്പോൾ എന്താണ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ? ഇതിൽ നിങ്ങൾക്ക് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്കിതിൽ ഒരു മെയിൻ ക്വസ്റ്റ്യൻ 6 മാർക്കിൻ്റെ ഇതെന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ചിലപ്പം 8 മാർക്കിൻ്റെ എസ്സേ ക്വസ്റ്റ്യനും ഇവിടുന്ന് വരും. ഓക്കെ, ഇത് രണ്ടുമാണ് നമ്മുടെ ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കണക്കുകൾ പ്രോബ്ലംസ് വരുന്ന ചാപ്റ്റേഴ്സാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയും മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനും. അപ്പോൾ എന്താണ് നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. ആവറേജ് ഇൻഡിക്കേറ്റ്സ് representative value of the series around which other values of the series tend to converge. So that average represents the series as a whole. ഏതൊരു സീരീസിൻ്റെയും ഒരു എന്താ പറയുക, ഒരു സെൻട്രൽ വാല്യൂനെ അല്ലെങ്കിൽ മറ്റുള്ള വാല്യൂസ് മറ്റുള്ള സീരീസിലുള്ള മൊത്തം ഡാറ്റ ഏത് വാല്യൂവിലേക്കാണോ കൂടിച്ചേരാൻ ശ്രമിക്കുന്നത് അത്തരത്തിലുള്ള വാല്യൂവിനെയാണ് നമ്മൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഓർ ആവറേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് ഡിസ്പേർഷൻ? ആവറേജ് മാത്രം പഠിച്ചാലേ ഒരു ഡാറ്റയെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ നമ്മൾക്ക് കിട്ടില്ല. അതിനൊരു എക്സാമ്പിൾ നമ്മളിവിടെ പറയുന്നുണ്ട്, നമ്മളടിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഡിസ്പേർഷനും കൂടി പഠിച്ചാൽ മാത്രമേ, ആവറേജിൻ്റെ കൂടെ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനും കൂടി പഠിച്ചാൽ മാത്രമേ ആ ഡാറ്റ എത്തരത്തിലുള്ളതാണ് എന്ന് മനസ്സിലാവുകയുള്ളൂ. വെൻ വി സ്റ്റഡി ഡിസ്പേർഷൻ അലോങ് വിത്ത് ആവറേജ് ഓഫ് എ സീരീസ്, we can have a comprehensive information about the nature and composition of a statistical series. ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസിൻ്റെ സ്വഭാവം മനസ്സിലാവണമെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ കോമ്പോസിഷൻ മനസ്സിലാവണമെങ്കിൽ നമ്മൾ ആവറേജിനോടൊപ്പം തന്നെ അതിൻ്റെ എന്തും കൂടി പഠിക്കണം, ഡിസ്പേർഷനും കൂടി പഠിക്കണം. അതിനൊരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 3 ഫാക്ടറിയുടെ വേജസ് ആണ്. അവിടെ 3 ഫാക്ടറി ഉണ്ട്. ആ 3 ഫാക്ടറിയിലും 5 വർക്കേഴ്സ് ആണുള്ളത്. ആ 5 വർക്കേഴ്സിനുള്ള കൊടുക്കുന്ന വേജസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫാക്ടറി എ, ഫാക്ടറി ബി, ഫാക്ടറി സി. ഫാക്ടറി എയിൽ എല്ലാ വർക്കേഴ്സിനും എത്രയാണ് കൊടുക്കുന്നത്? 400 റുപ്പീസാണ് കൊടുക്കുന്നത് പെർ ഡേ. ഫാക്ടറി ബിയിലാണെങ്കിലോ, ഫാക്ടറി ബിയിൽ 350, ഒരാൾക്ക് 350 ആണ് കൊടുക്കുന്നത്, മറ്റേ ആൾക്ക് 380, അടുത്തത് 400, അടുത്തത് 420, പിന്നെ 450, ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഫാക്ടറി സിയിലാണെങ്കിലോ, ഫാക്ടറി സിയിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. എത്രയാണ്? ഫാക്ടറി സിയിൽ ഒരാൾക്ക് 50 കൊടുത്തു, 50 കൊടുത്തു, രണ്ടാമത്തെ ആൾക്ക് 75, മൂന്നാമത്തെ ആൾക്ക് 400, നാലാമത്തെ ആൾക്ക് 725, അഞ്ചാമത്തെ ആൾക്ക് 750. അപ്പോൾ ഈ 3 ഫാക്ടറിയിലും വർക്കേഴ്സിൻ്റെ ഈ ഡാറ്റ നിങ്ങൾ കണ്ടല്ലോ. അതിൽ നിങ്ങൾക്കറിയാം നല്ല വ്യത്യാസം ഉണ്ടെന്ന്. പക്ഷെ നമ്മൾ ഇതിൻ്റെ 3ൻ്റെയും ആവറേജ് കാണുമ്പം എന്താണ് കിട്ടുക എന്നറിയാം. എല്ലാം 3 ഫാക്ടറി എക്കും 400 തന്നെയാണ് എല്ലാവർക്കും. അപ്പോൾ അതിൻ്റെ ആവറേജ് എത്രയായിരിക്കും? 400 ആയിരിക്കും. ഫാക്ടറി ബിയുടെ ആവറേജ് കാണുമ്പോൾ എല്ലാം കൂടി കൂട്ടി എണ്ണം കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 400 കിട്ടും. ഫാക്ടറി സിഡിയും എന്ത് കിട്ടും? 400 കിട്ടും. അപ്പം മനസ്സിലായോ? അപ്പം മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി അല്ലെങ്കിൽ അതിലുള്ള അരിത്തമാറ്റിക് മീൻ നമ്മൾ കാണുന്ന സമയത്ത് 400 രൂപയാണ് ഈ 3 ഫാക്ടറിയിലും ആവറേജ് വേജ് കിട്ടുക. പക്ഷേ ഫാക്ടറി ബിൻ്റെയും സിൻ്റെയും കാര്യത്തിൽ എങ്ങനെയാണ്? അവിടെ ബിയിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട് 400-ൽ നിന്നും, സിയിലാണെങ്കിലോ വളരെ വലിയ വ്യത്യാസങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഏത് സെൻട്രൽ വാല്യൂവിൽ നിന്നും എത്രത്തോളം പരന്ന് കിടക്കുകയാണ് മറ്റ് വാല്യൂസ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്? ഡിസ്പേഴ്സ് ചെയ്യുക, പരന്ന് കിടക്കുക. നമ്മളൊരു സെൻട്രൽ വാല്യൂ എടുത്തിട്ട് ആ സെൻട്രൽ വാല്യൂവിൽ നിന്നും എത്രത്തോളം പരന്നിട്ടാണ് അതിലുള്ള മറ്റു വാല്യൂസ് കിട്ടുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്? ഡിസ്പേർഷൻ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡിസ്പേർഷൻ്റെ ഒരു ഇതാണ്, ഇറ്റ് ഷോസ് ദാറ്റ് മീൻ ആൻഡ് മീഡിയൻ ഡു നോട്ട് പ്രൊവൈഡ് കംപ്ലീറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ കോമ്പോസിഷൻ ആൻഡ് ക്യാരക്ടർ ഓഫ് എ സീരീസ്. ഇൻ ഓർഡർ ടു ഗെറ്റ് എ കോംപ്രിഹെൻസീവ് പിക്ചർ ഓഫ് ദ സീരീസ് വി ഷുഡ് സ്റ്റഡി മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ആസ് വെൽ. നമ്മൾ ഒരു സീരീസിൻ്റെ കൃത്യമായ ഒരു പിക്ചർ നമുക്ക് കിട്ടണമെങ്കിൽ അതിൻ്റെ മെഷേഴ്സ്
മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനും കൂടി നമ്മൾ പഠിക്കണം. ഡിസ്പേർഷൻ ഇസ് ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് വാല്യൂസ് ഇൻ എ ഡിസ്ട്രിബ്യൂഷൻ ഡിഫർ ഫ്രം ദ ആവറേജ് ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ. ഡിസ്പേർഷൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് പറയുന്നത്. ഇറ്റ് ഈസ് ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച്, എത്രത്തോളമാണ് ദ വാല്യൂസ് ഇൻ എ ഡിസ്ട്രിബ്യൂഷൻ, ഒരു ഡിസ്ട്രിബ്യൂഷനിലുള്ള വാല്യൂസ്, ഒരു സീരീസിലുള്ള വാല്യൂസ് അതിൻ്റെ ആവറേജ് ഡിഫർ ഫ്രം ദ ആവറേജ് ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ, ആ ഡിസ്ട്രിബ്യൂഷൻ്റെ ആവറേജിൽ നിന്നും വ്യത്യാസപ്പെട്ട് കിടക്കുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. ഇത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി, ബൈ ഹാർട്ട് പഠിക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് മനസ്സിലാക്കാനാണ് ഇത്രയും. എന്താണ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്ന് നിങ്ങൾക്ക് അറിയണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത പേജിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, അടുത്ത പേജ്, യെസ് ദിസ് വൺ, ഇതാണ് നെക്സ്റ്റ് പേജ്. അപ്പോൾ നമ്മൾ പറയുകയാണ് ആബ്സല്യൂട്ട് ആൻഡ് റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. ഡിസ്പേർഷന് രണ്ട് തരത്തിലുള്ള മെഷേഴ്സ് ഉണ്ട്. ഒന്ന് ആബ്സല്യൂട്ട് മെഷേഴ്സും ഒന്ന് പിന്നെ റിലേറ്റീവ് മെഷേഴ്സും. അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഒന്ന് പറയുകയാണ്. നിങ്ങൾ ഇതും ബൈ ഹാർട്ട് പഠിക്കേണ്ട, എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി വെച്ചാൽ മതി. വെൻ ഡിസ്പേർഷൻ ഓഫ് ദ സീരീസ് ഇസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ദ ഒറിജിനൽ യൂണിറ്റ് ഓഫ് ദ സീരീസ് ഇറ്റ് ഈസ് കോൾഡ് ആബ്സല്യൂട്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച പ്രോബ്ലത്തിലെ ഡിസ്പേർഷൻ നമ്മൾ കണ്ടുപിടിച്ചു എന്ന് വിചാരിച്ചോ. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്തിലാണ് വരിക? റുപ്പീസായിട്ട് തന്നെ ഉത്തരം വരും. റുപ്പീസിലാണല്ലോ, മറ്റേ വേജസ് ഒക്കെ റുപ്പീസിലാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഡിസ്പേർഷൻ നമ്മൾ കണ്ടുപിടിച്ചാൽ ഉത്തരവും നമുക്ക് ഡിസ്പേർഷനിൽ തന്നെ കിട്ടും. അതിനെയാണ് നമ്മൾ ആബ്സല്യൂട്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. ഇനി റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ദ റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് മെഷർ ഓഫ് ഡിസ്പേർഷൻ എക്സ്പ്രസസ് ദ വേരിയബിലിറ്റി ഓഫ് ഡാറ്റ ഇൻ ടേംസ് ഓഫ് സം റിലേറ്റീവ് വാല്യൂ ഓർ പെർസെൻറ്റേജ്. അതായത് യൂണിറ്റ് ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ പെർസെൻറ്റേജ് ആയിട്ട് നമ്മൾ ആ ഡിസ്പേർഷൻ, ഇപ്പോൾ 10% ഡിസ്പേഴ്സ് ചെയ്ത് കിടക്കും, അങ്ങനെയൊക്കെ പറയുന്നതിനെയാണ് നമ്മൾ റിലേറ്റീവ് മെഷേഴ്സ് എന്ന് പറയാം. Thus, if one states that 26% of the people in India are below poverty line, one is referring to the relative measure, relative variability of data. ഡാറ്റയുടെ റിലേറ്റീവ് വേരിയബിലിറ്റി ആണ് അവിടെ നമ്മൾ കാണിക്കുന്നത്. ദിസ് മെഷർ ഓഫ് ഡിസ്പേർഷൻ ഈസ് യൂസ്ഡ് വെൻ വൺ സ്റ്റഡീസ്, വെൻ 2 or more സീരീസ് സൈമിൾട്ടേനിയസ്ലി. നമ്മൾ റിലേറ്റീവ് മെഷർ എപ്പോഴാണ് ഉപയോഗിക്കേണ്ടതെന്നറിയോ? 2-3 സീരീസ് നമ്മൾ പിന്നെ സൈമിൾട്ടേനിയസ് ആയിട്ട്, അതായത് പിന്നെ ഇപ്പോൾ ഒരു ക്ലാസ്സിലത്തെ കുട്ടികളുടെ മാർക്സ്, ആ ക്ലാസ്സിലത്തെ കുട്ടികളുടെ ഹൈറ്റ്, ആ ക്ലാസ്സിലത്തെ കുട്ടികളുടെ വെയ്റ്റ്, ആ ക്ലാസ്സിലത്തെ കുട്ടികളുടെ പിന്നെ ഫാമിലി ഇൻകം, ഇങ്ങനെ 4 വേരിയബിൾസിനെ പറ്റി നമ്മളൊരു സ്റ്റഡി നടത്തുകയാണെങ്കിൽ അവിടെയാണ്, അങ്ങനെയുള്ള സന്ദർഭത്തിൽ മാത്രമാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്? റിലേറ്റീവ് മെഷേഴ്സ് കണ്ടുപിടിക്കേണ്ടത്, റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷൻ കണ്ടുപിടിക്കേണ്ടത്. ഈ റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷന് വേറൊരു പേരും കൂടി ഉണ്ട്, അതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്പേർഷൻ. അപ്പോൾ നമ്മൾ ഇനി ഈ കോളത്തിൽ നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾ ഈ ചാപ്റ്ററിൽ 5 ആബ്സല്യൂട്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ പഠിക്കുന്നുണ്ട്. അതാണ് റേഞ്ച്, ഒന്നാമത്തെ റേഞ്ചാണ്. രണ്ടാമത്തെ ക്വാർട്ടൈൽ ഡീവിയേഷൻ, അതിൻ്റെ കൂടെ തന്നെ ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ചും പഠിക്കുന്നുണ്ട്. മൂന്നാമത്തെ മീൻ ഡീവിയേഷൻ, നാലാമത്തെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അഞ്ചാമത്തെ ലോറൻസ് കർവ്. അതിൽ ഒരു ചിത്രം വരയ്ക്കലാണ്. അഞ്ചാമത്തെ ലോറൻസ് കർവ് എന്ന് പറഞ്ഞാൽ ഒരു ചിത്രം വരയ്ക്കലാണ്. ഇനി അതിൻ്റെ റിലേറ്റീവ് മെഷർ എന്ന് പറഞ്ഞാൽ റേഞ്ചിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ചാണ്. ക്വാർട്ടൈൽ ഡീവിയേഷൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അല്ലെങ്കിൽ വേറൊരു പേര് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ. ഇത്രയാണ് നമ്മൾ പഠിക്കുന്നത്. ഇനി നമ്മൾ എന്താണ് റേഞ്ച്? അപ്പം ഇതിലൊന്നും കാര്യമായിട്ട് ഈ അബ്സല്യൂട്ട് മെഷേഴ്സിൻ്റെ റിലേറ്റീവ് മെഷേഴ്സ് നമ്മൾ കോഎഫിഷ്യൻ്റ് എന്ന് ചേർത്ത് പറയും. അത് കാണാനുള്ള ഇക്വേഷൻ കുറച്ച് വ്യത്യാസം ഉണ്ടാവും, അതൊക്കെ ഇനി പഠിക്കാൻ പോണേ ഉള്ളൂ. അപ്പം നമ്മളിതിൽ ആദ്യത്തെ പിന്നെ മെഷർ ഓഫ് ഡിസ്പേർഷൻ ആയിട്ടുള്ള റേഞ്ചിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അത് ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡ് ഓഫ് മെഷറിങ് ഡിസ്പേർഷനാണ്. റേഞ്ച് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹയസ്റ്റ് വാല്യൂ ആൻഡ് ദ ലോവസ്റ്റ് വാല്യൂ ഇൻ എ സീരീസ്. ഒരു സീരീസിലുള്ള ഹയസ്റ്റ് വാല്യൂവും ലോവസ്റ്റ് വാല്യൂവും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് റേഞ്ച് എന്ന് പറയുന്നത്. ഏറ്റവും സിമ്പിളാണ്, കണ്ടുപിടിക്കാൻ
കണ്ടുപിടിക്കാനൊക്കെ ഏറ്റവും എളുപ്പമാണ്. അപ്പോൾ R = H - L. H എന്ന് പറഞ്ഞാൽ എന്താ? ഹയസ്റ്റ് വാല്യൂ. L എന്ന് പറഞ്ഞാൽ എന്താ? ലോവസ്റ്റ് വാല്യൂ. അപ്പോൾ അതിനെ തന്നെ നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പറയുന്നത് L - S ആണ്. എന്താണ് L എന്ന് പറഞ്ഞാൽ? അവിടെ എന്താ? ലാർജസ്റ്റ്. ഓർത്ത് വയ്ക്കുക, ഏറ്റവും വലുത് തന്നെയാണ് രണ്ട്. ഇവിടെ ഹയസ്റ്റ് എന്ന് പറഞ്ഞു, ഇവിടെ ലാർജസ്റ്റ് എന്ന് പറഞ്ഞു. ലാർജസ്റ്റ് വാല്യൂ മൈനസ് S എന്ന് പറഞ്ഞാൽ എന്താ? സ്മോളസ്റ്റ് വാല്യൂ. അപ്പോൾ വലുതിൽ നിന്നും, ഏറ്റവും വലിയ വാല്യൂവിൽ നിന്നും ചെറിയ വാല്യൂ മൈനസ് ചെയ്യുക. നിങ്ങൾ ഞാൻ ഈ പിങ്ക് ഇതിൽ എഴുതിയ ഈ ഇക്വേഷൻ പഠിച്ചാൽ മതി. അതാണ് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ഇക്വേഷൻ L - S എന്നാണ്. അപ്പോൾ അത് നിങ്ങൾ L - S, H - L പഠിക്കണ്ട, ഇത് പഠിച്ചാൽ മതി. L - S എന്നുള്ളത് പഠിച്ചാൽ മതി. ഓക്കെ, ഇനി L - S നമ്മൾ അതിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാണാനുള്ള ഇക്വേഷൻ L - S ബൈ L + S ആണ്. അതിൻ്റെ റിലേറ്റീവ് മെഷറാണ് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ. അത് കാണാനുള്ള ഇക്വേഷൻ L - S ബൈ L + S. എല്ലിൽ നിന്നും ലാർജസ്റ്റ് വാല്യൂ, അതായത് വലിയ വാല്യൂവിൽ നിന്നും സ്മോളസ്റ്റ് വാല്യൂ മൈനസ് ചെയ്യുക, ഡിവൈഡഡ് ബൈ ലാർജസ്റ്റ് വാല്യൂ പ്ലസ് സ്മോളസ്റ്റ് വാല്യൂ. എന്നിട്ട് അത് ഡിവൈഡ് ചെയ്ത് ആൻസർ കിട്ടിയാൽ നമ്മളുടെ എന്ത് കിട്ടി? കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് കിട്ടി. അപ്പോൾ ഇവിടെ ഒരു പ്രോബ്ലം പറയുന്നുണ്ട്. 5 students are reported to be to illustrate പോക്കറ്റ് എക്സ്പെൻസസ് ഓഫ് 5 students. 5 സ്റ്റുഡൻസിൻ്റെ പോക്കറ്റ് മണി അവിടെ കൊടുത്തിട്ടുണ്ട്. 20 രൂപ, 30 രൂപ, 40, 50, 100. അപ്പോൾ ഇതിൽ നമ്മൾ എന്താണ് ആദ്യം എഴുതുക? R = നമ്മൾ L - S എന്നുള്ള ഇക്വേഷനാണ്. അപ്പോൾ L - S ഇക്വേഷൻ എപ്പോഴും എഴുതണം. എന്നിട്ട് L ലാർജസ്റ്റ് വാല്യൂ ഇതിൽ 100 ആണ്, സ്മോളസ്റ്റ് വാല്യൂ 20 ആണ്. 100 - 20 = 80. ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് എങ്ങനെ കാണും? നമ്മൾക്ക് 100 - 20 ഡിവൈഡഡ് ബൈ 100 + 20, അതായത് 80/120. അപ്പം അത് വെട്ടി ചെറുതാക്കിയിട്ടുണ്ടെങ്കിൽ 80/120 എന്ന് പറയുമ്പോൾ 2/3 എന്ന് വരും. അപ്പോൾ ആ 2/3 നമ്മൾ ഡെസിമൽ പോയിൻ്റ് ആവുന്ന സമയത്ത് 0.67 എന്നാണ് വരിക. അത് നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ റേഞ്ച് കണ്ടുപിടിക്കുക. എളുപ്പമല്ലേ? വളരെ എളുപ്പമാണ്. ഇതൊരു 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് പലപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പേജിലേക്ക് കടക്കാം. അപ്പോൾ അത് നമ്മൾ ഇൻഡിവിജ്വൽ വാല്യൂസിൻ്റെ റേഞ്ചാണ് നമ്മളവിടെ കണ്ടുപിടിച്ചത്. അപ്പോൾ അതാ 0.67 നമ്മൾ മറ്റേ കണക്കിൻ്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് പിന്നെ ഇൻഡിവിജ്വൽ വാല്യൂ തന്നെ കാണുന്ന ഒരു പ്രോബ്ലം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പ്രോബ്ലം നിങ്ങൾ ചെയ്യുക. വേജസ് 50, 60, 80, 90, 200, 225, 250, 300, 340, 360, 400, 415, 425, 450 കഴിഞ്ഞിട്ട് 500 ആണ് അവിടെ. അത് ക്ലിയർ അല്ല, അത് ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ എഴുതുക. 500 അങ്ങനെ. അപ്പം അതിൽ ഏറ്റവും ഹയസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ലാർജസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 500 ആണ്. സ്മോളസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 50 ആണ്. അപ്പോൾ റേഞ്ച് = H - L, അല്ലെങ്കിൽ നമ്മൾ എഴുതേണ്ടത് എന്താണ്? L - S. ലാർജസ്റ്റ് വാല്യൂവിൽ നിന്ന് സ്മോളസ്റ്റ് വാല്യൂ മൈനസ് ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് ആൻസർ കിട്ടും. റേഞ്ച് = R = 500 - 50 = 450. ഇനി അതിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് എങ്ങനെയാണ്? L - S ബൈ L + S. അപ്പോൾ 500 - 50 ഡിവൈഡഡ് ബൈ 500 + 50, ദാറ്റ് ഈസ് = 450 ബൈ 550 = 0.82. അങ്ങനെ 0.82 എന്നുള്ള കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ ആ പ്രോബ്ലം ഒരെണ്ണം നിങ്ങൾ ചെയ്ത് വയ്ക്കുക. അതിൻ്റെ അടിയിൽ ഇതാ 2 പ്രോബ്ലംസ് ഉണ്ട്. അത് രണ്ടും പിന്നെ അവർ ആൻസറും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. എളുപ്പമാണ്. ലാർജസ്റ്റ് വാല്യൂ, ഏറ്റവും വലിയ വാല്യൂവിൽ നിന്നും ചെറിയ വാല്യൂ മൈനസ് ചെയ്യുക. അപ്പോൾ റേഞ്ച് കിട്ടും. പിന്നെ രണ്ടാമത്തെ എന്താണ്? കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് കാണാൻ വേണ്ടിയിട്ട് ചെറിയ വാല്യൂവിൽ നിന്നും വലിയ വാല്യൂവിൽ നിന്നും ചെറിയ വാല്യൂ മൈനസ് ചെയ്തതിനെ എന്തുകൊണ്ട് ഹരിക്കുക? അതിൻ്റെ രണ്ടിൻ്റെയും സമ്മ് കൊണ്ട് ഹരിക്കുക, എന്നിട്ട് ആൻസർ കിട്ടും. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഡിസ്ക്രീറ്റ് സീരീസിന് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതും ഒരു പ്രശ്നമില്ല. ഡിസ്ക്രീറ്റ് സീരീസിൽ അവർ ഫ്രീക്വൻസി തന്നിട്ടുണ്ടാവും. ഇതപ്പോൾ ഇതവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രീറ്റ് സീരീസിൻ്റെ കാൽക്കുലേറ്റ് റേഞ്ച് ആൻഡ് കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് ഓഫ് ദ ഫോളോയിങ് സീരീസ്. അതിൽ സൈസ് 10, 11, 12, 13, 14, 15, 16, 18 വരെ കൊടുത്തിട്ടുണ്ട്. ഫ്രീക്വൻസി 1, 13, 24, 40,
14, 15, 13, 16, 20 എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രീക്വൻസി നോക്കുകയേ വേണ്ട. വാല്യൂ വലുതായ 18ൽ നിന്നും ചെറുതായ 10 മൈനസ് ചെയ്താൽ നമ്മൾക്ക് എന്ത് കിട്ടി? റേഞ്ച് കിട്ടി. 18 മൈനസ് 10, 18 മൈനസ് 10 ഈസ് ഈക്വൽ ടു 8. കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് എന്താണ്? 18 മൈനസ് 10 ഡിവൈഡഡ് ബൈ 18 പ്ലസ് 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 8/28 ഈസ് ഈക്വൽ ടു 0.29 എന്ന് കിട്ടി. അപ്പോൾ അവിടെ നമ്മൾ ഡിസ്ക്രീറ്റ് സീരീസിൽ ഫ്രീക്വൻസി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, ആ സൈസിനെ തന്നെ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പിന്നെ കാണാനുള്ളത്, അത് ഇതിൽ വന്നിട്ടില്ല, കണ്ടിന്യൂസ് സീരീസിൻ്റെയാണ്. അപ്പോൾ ആ സംഭവം ഇവിടെ വന്നിട്ടില്ല. അപ്പം ഞാൻ പറയുന്നത് കേൾക്കുക. കണ്ടിന്യൂസ് സീരീസ് എന്ന് പറഞ്ഞാൽ എന്താ? ക്ലാസ് ഇൻ്റർവെല്ലും ഫ്രീക്വൻസിയും തന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെയും ഫ്രീക്വൻസിയുടെയും നമ്മൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? മിഡ് പോയിൻ്റ്, എല്ലാ ക്ലാസ്സിൻ്റെയും മിഡ് പോയിൻ്റ് എഴുതി വയ്ക്കുക. എന്നിട്ട് ലാർജസ്റ്റ് മിഡ് പോയിന്റിൽ നിന്നും എന്ത് മൈനസ് ചെയ്യുക? സ്മോളസ്റ്റ് മിഡ് പോയിന്റ് മൈനസ് ചെയ്യുക. ഓക്കെ, ലാർജസ്റ്റ് മിഡ് പോയിന്റിൽ നിന്നും എല്ലാ ക്ലാസ്സും എഴുതി വയ്ക്കുക. എല്ലാ ക്ലാസ്സിൻ്റെയും മിഡ് പോയിന്റ്, മധ്യബിന്ദു കണ്ടുപിടിക്കുക. എങ്ങനെയാണ് മധ്യബിന്ദു കണ്ടുപിടിക്കുക? നമ്മൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും തമ്മിൽ കൂട്ടിയിട്ട് 2 കൊണ്ട് ഹരിച്ചിട്ടാണ് മധ്യബിന്ദു മിഡ് പോയിന്റ് കണ്ടുപിടിക്കുക. എന്നിട്ട് അത് നമ്മൾ മിഡ് പോയിന്റ് എന്ന് പറഞ്ഞ ഒരു കോളം വരച്ചുണ്ടാക്കിയിട്ട് അത് എഴുതുക. അതിൽ ഏറ്റവും അവസാനത്തെ ക്ലാസ്സിൻ്റെ മിഡ് പോയിന്റ് ആയിരിക്കും ലാർജസ്റ്റ് മിഡ് പോയിന്റ്. അതിൽ നിന്നും ലോവസ്റ്റ് മിഡ് പോയിന്റ്, സ്മോളസ്റ്റ് മിഡ് പോയിന്റ് മൈനസ് ചെയ്യുക. അപ്പോൾ L മൈനസ് എസ്, സ്മോളസ്റ്റ് മിഡ് പോയിന്റ് മൈനസ് ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും. പിന്നെ അതിൻ്റെ കോഎഫിഷ്യൻ്റ് കാണാൻ L മൈനസ് എസ് ബൈ L പ്ലസ് എസ് വെച്ചിട്ട് ചെയ്യാം. ഇനി ഇതിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇങ്ങനെ ഡിസ്ക്രീറ്റും കണ്ടിന്യൂസും ഒന്നും റേഞ്ച് കാണാൻ ചോദിക്കില്ല. ഏത് മാത്രമേ ചോദിക്കുള്ളൂ? നമ്മൾ ആദ്യം പറഞ്ഞ ഇൻഡിവിജ്വൽ വാല്യൂസിൻ്റെ റേഞ്ച് മാത്രമാണ് നമ്മൾക്ക് സാധാരണയായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്, റേഞ്ചും കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ചും. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.